നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇമേജ് വർദ്ധിപ്പിക്കാനായി കെപിസിസി പ്രസിഡന്റും മുഖ്യമന്ത്രിയും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. KSU സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. പിടികൂടിയത് 43,000-ലേറെ പാൻ മസാല ഉൽപ്പന്നങ്ങൾ. അധിക നികുതി വർധനവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് LIC ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട്ടെ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ച വെള്ളിക്കോത്തെ അരയാൽത്തറ സ്മൃതി മണ്ഡപമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിക്കും. അക്ഷരവിരുന്നൊരുക്കി അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സാക്ഷരം ക്യാമ്പ് നടന്നു. കൗവായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രം ഭാഗവത സപ്താഹത്തിനൊരുങ്ങുന്നു. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ വിശദമായി. ഇമേജ് വർധനവിന് വേണ്ടി മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതായി NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ചേർന്ന് മദ്യനയത്തിന്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതായി NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. സമ്പൂർണ്ണ മദ്യനിരോധനമാണ് സർക്കാർ നയമെങ്കിൽ ഘട്ടം ഘട്ടം എന്ന പദം ഉപേക്ഷിച്ച് മദ്യലഭ്യത പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എണ്ണി പറയാൻ കഴിയും. എല്ലാം കൂടി പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. വിലക്കയറ്റം മൂലം മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക. നിയമസഭയില്ല, നിയമം ഉണ്ടാക്കലുമില്ല, ബഡ്ജറ്റും കഴിഞ്ഞു. അതിനുശേഷം അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഖജനാവിൽ 5 പൈസ പോലും ഇല്ലെന്നാണ് ഇപ്പോഴത്തെ വിവരം. തവളപത്രം ഇറക്കാൻ ഒട്ടും തയ്യാറുമല്ല. ഈ ഖജനാവിൽ പണമില്ലാതെ വന്നതിൻ്റെ കാരണം ഇപ്പോൾ മന്ത്രിമാർ പറയുന്ന കാരണമൊന്നുമല്ല. ഇവിടെ മദ്യനിരോധനം നടപ്പിലാക്കിയതുകൊണ്ട് കാശില്ലാതെ പോയി. യാതൊന്നും ബാധിച്ചിട്ടില്ല. ഇതുവരെ ബാധിക്കാൻ വരുന്നതേ ഉള്ളൂ. മന്ത്രിമാരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒന്നു മാത്രമാണ് ഖജനാവിനെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. RSS സർവ്വസംഘ് ചാലക് മോഹൻ ഭാഗവതിന്റെ വിജയദശമി സന്ദേശം തത്സമയം സംപ്രേഷണം ചെയ്ത ദൂരദർശൻ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ദാമോദരൻ, PP അടിയോടി, K കൃഷ്ണൻ മാസ്റ്റർ, റഫീഖ് പാണപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. KSU സംസ്ഥാന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും തിങ്കളാഴ്ച പ്രയാണം ആരംഭിക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി വിമുക്ത അക്രമരഹിത മതേതരത്വ ക്യാമ്പസ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSU സംസ്ഥാന ജാഥ സംഘടിപ്പിക്കുന്നത്. NSU ദേശീയ പ്രസിഡന്റ് ജോജി ജോണിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷം കാഞ്ഞങ്ങാട്ട് നിന്നും ജാഥ പര്യടനം ആരംഭിക്കും. KPCC അധ്യക്ഷൻ VM സുധീരൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രിമാർ, MP, MLA മാർ, KPCC നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ തുടങ്ങി നിരവധി പേർ സംബന്ധിക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി 27-ന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും VS ജോയ് പറഞ്ഞു.
ഈ ജാഥ വരുന്ന 6-ാം തീയതി ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നിർവഹിക്കുകയാണ്. ജാഥ പ്രയാണം ആരംഭിക്കുന്നത് 967 EMS ഗവൺമെൻറ്റിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം നടത്തി പോലീസ് വെടിയുണ്ട ഏറ്റുവാങ്ങി വീണു മരിച്ച KSUവിൻ്റെ മുൻകാല നേതാക്കന്മാർ സുധാകർ അക്കിത്തായുടെയും ശാന്താറാം ഷോണായുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് പുഷ്പാർച്ചന നടത്തി. NSU ദേശീയ പ്രസിഡന്റ് റോജി ജോണിൻ്റെ സാന്നിധ്യത്തിൽ പുഷ്പാർച്ചന നടത്തി. KSU സംസ്ഥാന നേതാക്കൾ അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ജാഥയായി കാഞ്ഞങ്ങാട് ജാഥയുടെ ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയാണ്. 6-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഈ ജാഥ നടക്കുന്നത്. 6 മുതൽ 14 ജില്ലകളിലും ഈ ജാഥ കടന്നു പോവുകയാണ്. KSU നേതാക്കളായ അഡ്വക്കേറ്റ് AM രോഹിത്, ബിനു ചുള്ളിയിൽ, BP പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർകോട്ട് വൻ പാൻ മസാല വേട്ട. 43,500 പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി വിദ്യാനഗർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാനഗറിലെ അബൂബക്കറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി മംഗലാപുരത്തു നിന്നും ട്രെയിൻ മാർഗമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കാസർകോട്ടേക്ക് എത്തിച്ചത്. പിന്നീട് ഓട്ടോയിൽ കയറ്റി രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിൽ കാസർഗോഡ് മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് അബൂബക്കറിനെ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CI TP ജേക്കബ്, SI മാരായ രാജേഷ് മംഗലത്ത്, മൈക്കിൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. 15 ചാക്കുകളിലായാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിന് വിലമതിക്കുമെന്ന് SI പറഞ്ഞു. കൂടുതൽ കർണാടക തന്നെയാണ് മാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ശീലമെന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ കർണാടക ജില്ലക്കടുത്തുള്ള കർണാടക സ്റ്റേറ്റിനടുത്തുള്ള ജില്ലയായത് കൊണ്ട് തന്നെ കർണാടക വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളും മറ്റും അവരെ അജ്ഞത കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം കൂടുതലാണിത്. ഇത്തവണ പിടിച്ചത് 15 ചാക്ക് എന്ന് പറയുമ്പോൾ അവർ വിൽക്കുന്ന വില, റിട്ടൈലിൽ വിൽക്കുന്ന വില 1 ലക്ഷത്തിന് കവി എന്തായാലും തീർച്ചയായിട്ടും. അതിന് MRP മാത്രം 1 ലക്ഷം അടുത്ത് വരും. അപ്പോൾ ലാഭം അവർ തീർച്ചയായിട്ടും ഒരു നിരോധിക്കപ്പെട്ട ഉൽപ്പന്നമായത് കൊണ്ട് ലാഭം തീർച്ചയായിട്ടും കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. 1 ലക്ഷത്തിന് മേലെ തീർച്ചയായിട്ടും വരും. അതായത് നമ്മുടെ SP സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസിൻ്റെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനമാണ് ഇത് പിടിക്കാൻ സഹായിച്ചിട്ടുള്ളത്. അത് നമ്മൾ ലോക്കൽ മെന്നും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പാൻ മസാല ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിച്ചതോടെ കർണാടകയിൽ നിന്നുള്ള കടത്ത് വ്യാപകമായിട്ടുണ്ട്. ഇതേ തുടർന്ന് പരിശോധനയും കർശനമാക്കി. കഴിഞ്ഞ ദിവസം ഉപ്പള പത്വാടി റോഡിലെ പച്ചക്കറി കടയിൽ നിന്നും 8600 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപാരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അധിക നികുതി പിൻവലിക്കണമെന്ന് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിലാണ് സമ്മേളനം നടന്നത്. അശാസ്ത്രീയവും അപക്വവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വരുത്തിവെച്ചതായി LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആരോപിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ മേൽ കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം P സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ സമയമെടുത്ത് സംസാരിക്കുന്നത് ഔചിത്യമാകില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ ആശങ്കയുടെ കരിമ്പടം കൂടുതൽ കനം വെച്ചതാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കാൻ നമുക്കാർക്കും കഴിയില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ മേഖല മാറി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബ്രാഞ്ച് മാനേജർ ജയചന്ദ്രകുമാർ ഉപഹാരം നൽകി. സംസ്ഥാന സെക്രട്ടറി TK വിശ്വൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. DV അമ്പാടി, MJ ലൂക്കോസ്,
എക്കാൽ വിജയൻ, പി ബാലകൃഷ്ണൻ, പി വി ചന്ദ്രൻ, ടി ടി ബാലചന്ദ്രൻ, പി എം ഭാസ്കരൻ, എ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. സി അനന്തൻ അധ്യക്ഷനായി. കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കെ മാധവൻ നായരെ പ്രസിഡന്റായും ചന്ദ്രൻ രാവണേശ്വരത്തെ സെക്രട്ടറിയായും പി കെ രാജുവിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട്ടെത്തിയ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന് NCP ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിലാണ് സ്വീകരണമൊരുക്കിയത്. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന് NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് CV ദാമോദരൻ അധ്യക്ഷനായി. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, VP അടിയോടി, കൃഷ്ണൻ മാസ്റ്റർ, റഫീഖ് പള്ളിപ്പുഴ, VP അഭിലാഷ്, പ്രമോദ് കരുവളം, L ചാക്കോ എന്നിവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇടം നേടിയ അജാനൂർ പഞ്ചായത്തിലെ വെള്ളിക്കോത്തെ അരയാൽത്തറ സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപമാക്കുന്നു. സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമിയിൽ ഇടം നേടിയ അജാനൂർ പഞ്ചായത്തിലെ വെള്ളിക്കോത്തെ അരയാൽത്തറ സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപമായി മാറുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് വടക്കേ മലബാറിലെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംഗമവേദിയായ അരയാൽത്തറയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തന പദത്തിലാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത്. മഹാകവി P കുഞ്ഞിരാമൻ നായർ, വിദ്വാൻ P കേളു നായർ, K കേളപ്പൻ, K മാധവൻ, AC കണ്ണൻ നായർ തുടങ്ങി ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളും സാംസ്കാരിക നായകരും പ്രവർത്തന കേന്ദ്രമാക്കിയ വെള്ളിക്കോത്താണ് സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപം ഉയരുന്നത്. 1929 സ്ഥാപിക്കപ്പെട്ട വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയത്തോട് ചേർന്നാണ് അരയാൽത്തറയെ സംരക്ഷിച്ചുകൊണ്ട് സ്മൃതി മണ്ഡപം ഉയരുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തെ ഒട്ടേറെ ധന്യമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അരയാൽത്തറ സ്മൃതി മണ്ഡപമാക്കി മാറ്റാനുള്ള അവസാന മിനുക്കുമണികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അജാനൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപയുടെ നിർമ്മാണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഒക്ടോബർ 12-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ പറഞ്ഞു. അരയാൽത്തറ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപമായിട്ട് അരയാൽത്തറയെ മാറ്റുക, അതിന് നല്ല ഒരു പദ്ധതിയാക്കി കൊണ്ടുവന്ന് ആവശ്യമായ പദ്ധതി രൂപീകരിച്ച് പഞ്ചായത്തിൻ്റെ ഒരു തനത് പ്രവർത്തനമായിട്ട് കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ അതിൽ ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ പേരുകൾ കൊത്തിവെച്ചുകൊണ്ടുള്ള ഒരു നല്ല സ്മൃതി മണ്ഡപമാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള അതേ വാരത്തിൽ തന്നെ നടത്താൻ വേണ്ടിയാണ് 12-ാം തീയതിയിലേക്ക് നമ്മൾ ഈ പരിപാടി മാറ്റിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച നേതാക്കളുടെ പേരുകൾ സ്മൃതി മണ്ഡപത്തിൽ പതിപ്പിക്കും. അതേസമയം വിദ്വാൻ P കേളു നായരുടെയും മഹാകവി P കുഞ്ഞിരാമൻ നായരുടെയും AC കണ്ണൻ നായർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രമായ വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയം ഇന്നും അവഗണനയിലാണ്. ജില്ലാ പഞ്ചായത്ത് സംരക്ഷിക്കുന്നതിനായുള്ള നടപടികൾ തുടങ്ങിവെച്ചെങ്കിലും പൂർത്തിയാക്കാനായില്ല. സ്മൃതി മണ്ഡപത്തോടൊപ്പം വിജ്ഞാനദായിനി വിദ്യാലയവും സംരക്ഷിക്കപ്പെടണമെന്നതാണ് ചരിത്ര വിദ്യാർത്ഥികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. സിറ്റി വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ. വയോജന വാരാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം വെള്ളിക്കോത്ത് യൂണിറ്റ് സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയിൽ ഡോക്ടർ ഹിമ മോഹൻദാസ് ക്ലാസ് എടുത്തു. ആദ്യം ബാല്യത്തിനും കൗമാരത്തിനും കഫത്തിനും കഫദോഷത്തിനും വാദമിത്തം ദോഷം, പിന്നെ യൗവനത്തിന് പിത്തദോഷം, വാർദ്ധക്യമാകുമ്പോൾ വാദം വാദപരമായ സന്ധിവാദം, വാദരക്തം, ക്ഷീണം, ഉറക്കമില്ലായ്മ, പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം വാദം വർദ്ധിച്ച് അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങൾ. CK നമ്പ്യാർ അധ്യക്ഷനായി. ചടങ്ങിൽ പഞ്ചായത്ത് ഏകോപന സമിതി സെക്രട്ടറി M അരവിന്ദാക്ഷൻ നായർ സ്വാഗതം പറഞ്ഞു. ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു. അക്ഷര പൂമഴ പെയ്യിച്ച് അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സാക്ഷരം ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അക്ഷര പൂമഴ പെയ്യിച്ച് അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സാക്ഷരം ക്യാമ്പ് കുട്ടികൾക്ക് ഉണർത്തുപാട്ടായി. അരയി തിരുമധുരം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ കാസർഗോഡ് ഡയറ്റിന്റെ സഹകരണത്തോടെയാണ് സാക്ഷരം ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളിൽ മത്സരബുദ്ധി ഉണർത്തുന്ന ഭാഷാകേളികളും വായ്ത്താരികളും ക്യാമ്പിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കഥക്കൂട്ടം, കടങ്കഥാകേളി, സർഗാത്മക നാടകകേളികൾ, നാടൻ കളികൾ, വരയ്ക്കാം നിർമ്മിക്കാം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും നടന്നു.
ക്യാമ്പ് നഗരസഭാ കൗൺസിലർ CK വത്സലൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P രാജൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, P ഈശാനനൻ, ശോഭന കൊഴുപ്പൽ, വിനോദ് കുമാർ മണിയറ വീട്ടിൽ, സിനി അബ്രഹാം, റോഷ്ന എന്നിവർ ക്യാമ്പിന് നേതൃത്വമേകി. നാടൻ കലാകാരൻ ഷൈജു ബിരിക്കുളത്തിന്റെ നാടൻ പാട്ടും ക്യാമ്പിന് മിഴിവേകി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ജനവാസ കേന്ദ്രത്തിലെത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടു. കൊളവയൽ പോസ്റ്റ് ഓഫീസിന് പരിസരത്താണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. കൊളവയൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. ഇട്ടമ്മലിലെ ബിജുവും സുഹൃത്തുക്കളും രംഗത്തിറങ്ങി പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. 2 മീറ്ററോളം നീളം വരുന്ന പാമ്പിനെ കാണാൻ നിരവധി പേർ എത്തി. കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ആണ്ട് മഹോത്സവത്തിനും ഭാഗവത സപ്താഹത്തിനും ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. കാഞ്ഞങ്ങാട് കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആണ്ട് മഹോത്സവവും ഭാഗവത സപ്താഹവും 2015 ജനുവരി 31 മുതൽ ഫെബ്രുവരി 8 വരെ തീയതികളിൽ നടക്കും. പെരിന്തൽമണ്ണയിലെ പഴയേടം വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹം നടക്കുന്നത്. ഫണ്ട് ശേഖരണത്തിന്റെ ആദ്യ വിഹിതം NB ബാലകൃഷ്ണൻ മാസ്റ്റർ തന്ത്രി മേക്കാട്ടിരത്ത് പത്മനാഭ പട്ടേലിക്ക് കൈമാറുകയുണ്ടായി. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇമേജ് വർദ്ധിപ്പിക്കാനായി KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. KSU സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. പിടികൂടിയത് 43,000-ലേറെ പാൻ മസാല ഉൽപ്പന്നങ്ങൾ. അധിക നികുതി വർധനവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് LIC ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട്ടെ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ച വെള്ളിക്കോത്തെ അരയാൽത്തറ സ്മൃതി മണ്ഡപമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിക്കും. അക്ഷരവിരുന്നൊരുക്കി അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സാക്ഷരം ക്യാമ്പ് നടന്നു. കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രം ഭാഗവത സപ്താഹത്തിനൊരുങ്ങുന്നു. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.